ഒരു പാവം വണ്ടിയിലുണ്ട്. എനിക്ക് അവനെ എയർപോർട്ട് വരെ നാക്കണം. ദുബായി പോകാനുള്ളതാ. ഓക്കെ സാർ. ദുബായ്ക്കാരാ? ദുബായ്ക്കാരാ? എന്നാലും എന്റെ പോലീസേ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചല്ല. ചാടിക്കേറി സർക്കിൾ ഇൻസ്പെക്ടറോട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിസാറെന്ന് പറഞ്ഞാൽ പോരായിരുന്ന? ഞാനൊക്കെ ആയിരുന്നെങ്കി അതും അതിനപ്പുറവും പറയാനുണ്ടായിരുന്നു. പക്ഷെ എന്റെ നാവ് ഇറങ്ങിപ്പോയി. ഇനി ഇതാരോടും പറയണ്ട. ഇനി ഇതാരെങ്കിലും അറിഞ്ഞ മതി മതി മതി. ആ കരുനാക്കൊണ്ട് ഇനി ഒന്നും എഴുന്നള്ളിക്കണ്ട. ഹലോ, റസാക്കല്ലേ? ഞാനിവിടെ എത്തിയിട്ടാ. ഞാൻ ഇവിടെ പള്ളിയിൽ അവിടെ ഉണ്ട്. ഞാനേ ഇവിടെ ഒരു കുട്ടിയുടെ നിന്ന് ഫോൺ മേടിച്ചിട്ടാണ് വിളിക്കുന്നത് കേട്ടാ. ഞാൻ എവിടെ നിൽക്കേണ്ടത്? ഞാൻ കൊടുക്കാം, നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അതെ, ഇതിൽ പറയുന്ന ലൊക്കേഷൻ ഒന്ന് നോക്കി. അവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ ടണലുണ്ട്. ആരോടും ചോദിച്ചാൽ മതി. പള്ളിയുടെ ലിഫ്റ്റിന്റെ അതിൽ കയറിയിട്ട് ആരോടും ചോദിച്ചാൽ മതി. അപ്പൊ ഒരു ചെറിയ ടണലുണ്ട്. അവിടെ നിന്ന് കടന്നു വരുമ്പോൾ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് നേരെ പോകുമ്പോൾ ലിഫ്റ്റ് കാണാം. ലിഫ്റ്റിൽ കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലല്ലേ? അവിടെ ചെന്നിട്ട് പിന്നല്ലേ ഞാൻ പൊക്കോളാം. വലിയ ഉപകാരം. എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷങ്ങൾ? നാട്ടിലെ കാര്യം വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് റസാക്കെ. ജോലിയൊന്നും ഇല്ല ആർക്കും. പിന്നൊരു കാര്യമുണ്ട്, നാട്ടിലെ ചട്ടിയും കരം മോഷിച്ച് നടന്ന മാതിരി ഇവിടെ എങ്ങാനും ആ വഴിക്ക് നടന്നു കഴിഞ്ഞാൽ അർബാബ് പിടിച്ച് ഉള്ളിലിടും. അങ്ങനെയൊന്നുമില്ലടാ, അതൊക്കെ വെറുതെ ഒരു രസത്തിന്. ആ കാണുന്ന ലേബർ ക്യാമ്പിലാണ് നീ താമസിക്കാൻ പോകുന്നത്. കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് ഇപ്പം നിന്റെ ജോലി. വേറെ ഏതെങ്കിലും ജോലി കിട്ടുന്നവരെ തൽക്കാലം നീ അവിടെ പിടിച്ച് നിന്റെ കാര്യം ഞാൻ അർബാബിനോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടാ. എന്തായാലും നീ പിടിച്ചു നിൽക്ക്. നാട്ടിൽ പോയിട്ടൊരു കാര്യമില്ലല്ലോ, അറിയാലോ. നീ പേടിക്കണ്ട, എന്തായാലും ഞാനിവിടെ പിടിച്ചു നിൽക്കും.
ഹലോ രാവണേട്ടാ, ഞാനാണ് രാഘവൻ. രാഘവ, നിന്റെ ഫോണൊന്നും കാണാണ്ട് ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പോഴാണ് ഫോൺ ചെയ്യാനൊരു സൗകര്യം കിട്ടിയത്. പിന്നെ രാവണേട്ടാ, നമ്മുടെ കുട്ടൻ സാറിന്റെ കാര്യം എന്തായി? സാറ് ചായക്കടയിൽ വരാറുണ്ട്. അത് പിന്നെ ഞാനും സാറും പോയി റപ്പായി അവറാച്ചനൊക്കെ കണ്ട് അവരെ സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്താൽ കേസ് പിൻവലിക്കാന്നാണ് പറയണേ. അതെങ്ങനെ? അതൊക്കെ എന്റെ കയ്യിലുണ്ടല്ലോ. രാവണേട്ടന് ഒരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. ഏയ് ഒന്നുമില്ലടാ, എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊന്നുമില്ല. വീട് പണിയൊക്കെ നടക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്നാ ശരിയെന്നാ രാവണേട്ടാ, ഡ്യൂട്ടിക്ക് പോകേണ്ട സമയമായി. ബസ് ഇപ്പോൾ വരും. ഓക്കെ, എന്നാ ശരി, പിന്നെ വിളിക്കാം. എടാ മോനാ, എവിടെയാണ് കയറ്റം? എവിടെയാ കയറ്റം? പഴയ പോലുള്ള കയറ്റൊന്നും ഇല്ലാണ്ടായി. കൊറേ നാളായാലും നിന്നെ കണ്ടിട്ട്. മാസത്തിൽ കയറണവരിപ്പോ കൊല്ലത്തിലാണ് കയറണത്. പിന്നെ എങ്ങനെ പണിയുണ്ടാവനാ? കള്ളന്റെ അകൻ ദുബായിലാണെന്ന് പറഞ്ഞ കേട്ടല്ല. അവനെന്റെ ശത്രുവല്ല, അവനെന്റെ കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ. ഉവ്വ. ഏതായാലും അവൻ പോയില്ലേ, തൽക്കാലം പേടിക്കണ്ട. തിരിച്ചു വരുന്ന നേരത്തെ ഒന്ന് പേടിക്കുന്നത് നല്ലതാട്ടോ. ഈ വാക്കത്തിണ്ടല്ല, തെങ്ങിന്റെ കൊല വെട്ടാൻ വേണ്ടി മാത്രമല്ല, വേണ്ടി വന്നാ ഇതുകൊണ്ട് തല ഞാനരിയും. തല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇപ്പൊ അവൻ വലിയ നിലയിലാണെന്നാ കേട്ടത്. എല്ലാ സാധനങ്ങളും ഉണ്ട് സാറ്. വലിയ ഉപകാരം കേട്ടാ. സാർ ഇത് പിടിച്ച് പിന്നിലിരുന്ന് നല്ല കരണ്ടിട്ടാണ്. അവന് നല്ല ആരോഗ്യല്ലേ? കുറച്ച് ദിവസം ഗോതമ്പുണ്ട നിന്ന് കിടക്കുകയായിരുന്നെങ്കിലോ. പക്ഷെ അവനതിനുള്ള യോഗ ഇല്ലടോ. അവൻ പാവമാണ് സാറ്. ആ പാവം. രാവുണ്ണിയേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ? ഓ പിന്നെ ഇതൊക്കെ സാറിനും കൂടി വേണ്ടിട്ടാ. ഓ സാർ ഒറ്റക്ക് പൊക്കണ്ട. എന്റെ മുത്തപ്പോ, അയ്യോ. കള്ളനാഗവനെ കിട്ടിയാ? നീ പോറതെണ്ടി. നീയൊക്കെ കൂടിച്ചല്ലടാ അവനെ കയറ്റി വിട്ടത്. അവൻ എയർപോർട്ടിൽ വരുന്നത് മാത്രം ഓർമ്മയുണ്ടാവുള്ളൂ. തെങ്ങിന്റെ മുകളിലേക്ക് ഒന്നും നോക്കണ്ട, ട്രൗസർ ഇടാത്ത തെങ്ങേറ്റക്കാരാണ്. വാ. ആ വായിരിക്കി. എല്ലാ സാധനവും ഉണ്ടല്ലോ അല്ലേ? ഒന്നും മറന്നിട്ടില്ലല്ലേ? ആ എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഉണ്ടോതെ. കിണ്ടി ഒന്നേ, കിണ്ടി ഒന്നേ, കിണ്ടി ഒന്നേ, കിണ്ടി ഒന്നേ. ആ ഇതൊന്നേ. ആ ഇഞ്ഞുണ്ടേ. ഇതൊക്കെ ഒന്ന് ശരിക്കും നോക്കിയേ. അതേ സാധനങ്ങൾ തന്നെ. അതേ സാധനങ്ങൾ തന്നെ. ഒരുപോലത്തെ സാധനങ്ങൾ. ഇതും അത് തന്നെ. തന്നെ അത് തന്നെ, അത് തന്നെ. അവറാനെ ദേ ഇതിലൊന്ന് ഒപ്പിട്ടെ. ഇവിടെ രാവണിയേട്ടാ ആ പേനൊന്നോട്ടെ. തന്നെ പോലൊരു പാവത്തിന്റെ ജോലി പോണ്ടാന്ന് എഴുതിയിട്ടാണ്. അല്ലെങ്കിലേ ആ കള്ളനെ ഞാൻ ഈ വീടിന്റെ മുറ്റത്തെത്തിച്ചാനെ. ഞാൻ മക്കളോട് കൂടി ഒന്ന് ആലോചിക്കട്ടെ. അല്ല ഒന്ന് വേഗം ഒപ്പിട്ടെന്നാ ഞങ്ങൾക്കങ്ങോട്ട് പോവായിരുന്നേ.
അതെ, കടയിലെ ആളില്ല. ആ മുതലാളി, ഈ കൊല ഒന്ന് നോക്കിയേ. ഇത് വെട്ടട്ടെ? ആ കൊല നോക്കണുണ്ട്. ഞാൻ തന്നെ കൊല വെട്ടേണ്ട വരും. ഓ, എന്നാ വേണ്ട. എടാ അപ്പായേ, ഒന്നിങ്ങോട്ട് വന്നേ. എന്തപ്പാ? അന്തപ്പനാ ഉണ്ടല്ല, വലിയ ചട്ടമ്പിയാ. നമ്മുടെ സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടി. ഇനി കേസ് പിൻവലിക്കല്ലേ? കേസ് കൊടുക്കണ പതിവൊന്നും നമുക്കില്ല. ആ നമുക്കാ പതിവില്ല. അതാണിപ്പോ നല്ലത് അല്ലേ? ആ അതെ. ആ കള്ളന്റെ കൈയും കാലം തല്ലി ഓടിച്ച് അപ്പന്റെ മുന്നില് ഇവിടെ ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞ. ഞാനാ വേണ്ടാന്ന് പറഞ്ഞത്. എനിക്കറിയാൻ നടക്കില്ലാന്ന്. അപ്പാ എന്തായാലും സാറിന്റെ ജോലി തിരിച്ചിട്ടാൻ പോലെ നഷ്ടപരിഹാരം വാങ്ങിച്ചൂടെ? മകനായതുകൊണ്ട് നിന്നെ അറിയിച്ചെന്നുള്ളൂ. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. എന്നാ അപ്പ എന്താ വെച്ചാൽ തീരുമാനിക്ക്. അപ്പാ ഒരു 100 രൂപ തന്നെ, മമ്മൂട്ടിയുടെ പടം റിലീസായി. നീ എവിടെ വേണമെങ്കിലും പോയിക്കോ, 10 പൈസ ഞാൻ തരില്ല. അപ്പന്റെ തേങ്ങ. എടാ പയ്യേ, അപ്പന്റെ 3-4 തേങ്ങ ഞാൻ കൊണ്ടുപോകും. തേങ്ങയെ തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടും. അയ്യോ എപ്പോ നോക്കിയാലും ഈ അപ്പനും മോനും കൂടി. നല്ലൊരു മോന്. അല്ല, ഇവരൊക്കെ ആരാ? നമ്മുടെ വീട്ടിൽ നിന്ന് മോഷണം പോയ സാധനമില്ലേ, അത് കൊണ്ടുവന്നവരാണ് ഇവര്. ഞങ്ങളിത് കൊണ്ടുവന്നവരാ. ഞാൻ പോലീസുകാരനാ. എന്റെ ദൈവമേ, പോലീസുകാരൻ കക്കാൻ തുടങ്ങിയ പിന്നെ എന്താ ചെയ്യാ? എന്റെ വീട്ടിൽ കയറി കക്കാൻ മാത്രം നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? നിന്നെ ഇന്ന് എന്താണ് കാണിക്കുന്നത്? ധൈര്യം ഉണ്ടായി? നിന്നൊന്നും ശരിയാ. നമ്മുടെ വീട്ടിൽ വന്ന ആളുകളല്ലേ, നീ ഇറക്കിയറിപ്പോ. ഇവരൊക്കെ വെറുതെ പറ്റൂല. വീട്ടിന്റെ കേട്ടില്ലേ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നല്ല തറവാടിത്തം അല്ലേ? അതെ. എവിടെ പേപ്പറും പേനയും? എന്റെ പോയ സാധനങ്ങള്. സാധനം പോയാ? ഓ മിണ്ടല്ലേ. ഒറിജിനൽ സാധനങ്ങൾ കിട്ടിയവരൊക്കെ ഒപ്പിടുകയാണ്. നമുക്ക് സ്ഥലം വിടല്ലേ? ഇന്നാ പേപ്പറ്. ഓ വലിയ വേഗം പൊക്കോ. ആ വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. രാവണേട്ടാ, എന്തേ അവിടെ നിന്നേ. ആ കള്ളൻ രാഘവൻ കട്ട അതേപോലുള്ള സാധനം. അപ്പൊ സാറിനൊക്കെ മനസ്സിലായില്ലേ? ആ തന്നെ ഞാൻ സമ്മതിച്ചടോ. ആ പൊട്ടൻ അവറാൻ അവനൊന്നും മനസ്സിലായില്ല. എന്തായി സാറേ? നിനക്കൊരു ടൗസർ മേടിച്ചിട്ടുള്ളടാ. എന്നിട്ട് വേണം അയാള് ആ കൊല്ലിട്, ഈ കൊല്ലിട്, മറ്റേ കൊല്ലിടെന്ന് പറയാൻ. അത് ശരി. അപ്പൊ നീ 2 കൽപ്പിച്ചാണല്ലേ? അല്ല, ആ കള്ളന്റെ രാഘവനെ വേണ്ടി വന്നാ ഞാൻ ദുബായി പോയി പൊക്കും. നീ സൂക്ഷിച്ച അവനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചേ നീയാ. അല്ല പിന്നെ. ആദ്യം സാറിന് എന്റെ വക ഒരു സല്യൂട്ട്. അല്ല, നമ്മുടെ മോനെന്ന് വിളിച്ചില്ല. ഞാൻ ജോലിക്ക് കയറുന്ന കാര്യം അവനറിയാല്ല. എന്ത് പറ്റിയാവോ? അവൻ ബാംഗ്ലൂരിൽ തിരിച്ചു വരാൻ പോണെന്നാ പറഞ്ഞത്. ഈ കുറഞ്ഞ ശമ്പളത്തിൽ നിൽക്കാൻ അവന് താല്പര്യമില്ല. പലരോടും ഞാൻ പറയുന്നുണ്ട്. ഏതായാലും വേറെ ജോലി ആവണ വരെ അവനവിടെ നിൽക്കട്ടെ. എന്നാ ഞാൻ പോയിട്ട് വരാം. എന്റെ ഈശ്വര, കാക്കണേ. ഈ സാധു മനുഷ്യനെ കൊണ്ട് മണ്ടത്തരങ്ങളൊന്നും ചെയ്യിക്കല്ലേ. കുട്ടൻ ജോലി കയറിയില്ലേ? അതെ സാർ. ഇനി താൻ വളരെ ശ്രദ്ധിക്കണം. മുൻപത്തെ പോലെ പ്രശ്നങ്ങളുണ്ടാക്കരുത്. യെസ് സാർ. ഇനി എനിക്കിതുപോലെ വളരെ ബുദ്ധിമുട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. താങ്കളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ രക്ഷപ്പെട്ടു പോയത് ഒരു പക്ക ക്രിമിനലാണ്. മനസ്സിലായോ? ശരിയാണ് സാർ. ആ പ്രശ്നം അങ്ങനെ അവസാനിച്ചു നന്നായി. അല്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോയതിൻ്റെ പേരിൽ എല്ലാവരും പെട്ടുപോയേനെ.
ആ ആർഎസൊക്കെ നിനക്ക് ഭാഗ്യം തന്നിട്ടുണ്ടോടാ. പിന്നെ നിന്റെ സേറ്റിൽ മാറ്റിട്ടേ സൂപ്പർ മാർക്കറ്റിലോട്ട് ആക്കാന്ന് പറഞ്ഞാൽ സമ്മതിച്ചിട്ടുണ്ട് കേട്ടാ. ആ ചിലപ്പോ നീ ആയിരിക്കട്ടെ നീ ആ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നത്. പിന്നെ മറ്റൊന്നുണ്ടെങ്കിൽ നിന്റെ ആ ജോലി ഒന്ന് റെഡിയായതിനു ശേഷം നീ ആ ലൈസൻസ് എടുക്കാൻ നോക്കണം കേട്ടോ. എടാ ലൈസൻസിനൊക്കെ ഒരുപാട് പൈസ വേണ്ട. നീ എന്തിനു പേടിക്കണ്? പൈസയുടെ കാര്യത്തിനൊന്നും നീ പേടിക്കണ്ട, അതൊക്കെ ശരിയാവും. ആദ്യം നിന്റെ ജോലി ഒന്ന് ശരിയാവട്ടെ. അതൊക്കെ നീ പറയുന്ന പോലെ, നിന്റെ ഇഷ്ടം. നീ എന്താ പറയുന്നത് അത് തന്നെ. ശരി എന്നാ, ഓക്കെ. എന്താ മോന്റെ പേര്? മുഹമ്മദ് റയാൻ ഷബീബ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഇന്ത്യൻ മോഡൽ സ്കൂൾ. ആ ആ ആ. രഘു, ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ജോലിയൊന്നും കുഴപ്പമില്ലാണ്ട് പോണ്ട്. ഇതിനു മുമ്പ് പുറത്തെവിടെയൊക്കെ പോയിട്ടുണ്ടായാ? മുമ്പ് ഞാനേ ബോംബെയിൽ കുറച്ചാളുണ്ടായിരുന്നു. ആ, അപ്പൊ ഹിന്ദിയൊക്കെ അറിയായിരിക്കുമല്ലേ? ഹിന്ദി അത്യാവശ്യമൊക്കെ അറിയാം. അപ്പൊ ബോംബെയില് എവിടെയായിരുന്നു? ബോംബെയിൽ ഞാൻ ചോർ ബജാറിലായിരുന്നു. ചോറ് ബസാറിലായിരുന്നാ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ടാണ് കൊച്ചാപ്പാനെ വീട് പണി ഏൽപ്പിക്കരുത്, കൊച്ചാപ്പാനെ ഏൽപ്പിക്കരുത്, കൊച്ചാപ്പാനെ മക്കളെയും ഒന്നും ഏൽപ്പിക്കരുത്. വീട് പണിയൊക്കെ നേരിട്ട് നടത്തിയാൽ മതി. നീ ബാങ്കിൽ പോയി പൈസ കൊടുക്കുക, നീ തന്നെ അവർക്ക് പൈസ കൊടുക്കുക, അങ്ങനെ ചെയ്താൽ മതി. പണിയുടെ കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കിയാൽ മതി, വേറെ ആരും ഏൽപ്പിക്കാതെ കണ്ടട്ടാ. കൊച്ചാപ്പാനെയും മക്കളെയും ഒട്ടും ഏൽപ്പിക്കരുത്, അവരൊക്കെ ഭയങ്കര തട്ടിപ്പാണ്, ഇങ്ങനെ പറ്റിക്കുന്നു. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ, നീ നേരിട്ട് തന്നെ കാശ് കൊടുത്താൽ മതി പണിക്കാർ. എടാ, ആള് നല്ല കൂർക്കമ്പലിയാണല്ലോ. ആള് ഷെയ്ഖ് സായദ് റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ചോണ്ട് പോവാ. ഇനിയിപ്പോ ഏതെങ്കിലും സിഗ്നലെത്തണം നിർത്തണമെങ്കിൽ. ഹലോ, ആ സാറേ, ഞാൻ സത്തുവേലും ആൽക്കൂസിലൊക്കെ നോക്കി, എവിടെ ഇല്ല. ഞാൻ ഇനിയിപ്പോ ദേരലൊന്ന് നോക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. റോഡ് ഭയങ്കര റഷുണ്ട്. ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ശരി. മോൾക്ക് കൊടുക്കാം, മോള് വാശി പിടിക്കണം ഫോണിന് വേണ്ടി. അച്ഛാ, വീഡിയോ കോളിക്ക് വാ, അവിടുത്തെ സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണണം. ആ, വീഡിയോ കോളിലേക്ക് വരാം.
സ്ഥലങ്ങളും കാണിച്ചു തരാം. പക്ഷെ മൊബൈൽ അത്ര ക്ലിയർ അല്ല കേട്ടാ. അമ്മേ ദേ നോക്കിയേ. സമ്പാദിച്ചിട്ട് ഈ ചൂടത്തും വെയിലത്തും ഒക്കെ കിടന്ന് പണിയെടുത്തിട്ട് ഈ വയസ്സുകാലത്ത് പണിയെടുത്തിട്ട് ഉണ്ടാക്കി പൊടിച്ചു മാറ്റുക അല്ലേ? അതെന്നാ ഒരു അക്ഷരം എന്നോടൊന്ന് ചോദിക്കണ്ട. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ സംഗതി നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ സംഗതിയാണ് നിങ്ങൾ എന്തിനു ചെയ്തു? ഹലോ സാറേ, മനസ്സിലാവാണ്ട് ചോദിക്കാം. ഹലോ കുട്ടൻ സാറല്ലേ? അതെ. ആ ആരാ? ഞാനാണ് രാഘവൻ. ആ എടാ, നീ നമ്മുടെ രാമേട്ടന്റെ മോനല്ലേ? അല്ലല്ല, ആ രാഘവനല്ല. പിന്നെ ഏത് രാഘവൻ? എന്നാ ഞാൻ സാറിന് അറിയുന്നൊരു പേര് പറയാം. ആ പറ. ഞാനാണ് സാറേ കള്ളൻ രാഘവൻ. എടാ കള്ള, എന്നെ വിളിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? എന്താ? ആരാ? ഞാൻ പിന്നെ വിളിക്കാം സാറേ. സാറിന്റെ ദേഷ്യമൊക്കെ ഒന്ന് മാറട്ടെ. എന്താ മനുഷ്യ? നീ പിന്നെ വിളിക്കണ്ട. എയർപോർട്ടിൽ ഇറങ്ങുമ്പോ നിന്നെ ഞാൻ പൊക്കോടാ. ആരാ? ആ കട്ടാക്കി. എന്റെ പൊന്നു മനുഷ്യ, ആരാ? ആ ദുബായിന്നാ കള്ളൻ. രാഘവനാണോ? ആ, അവൻ ദുബായിന്ന്. എന്തായാലും നിങ്ങളൊന്ന് സമാധാനപ്പെടും. ആ കേസ് തീർന്നില്ലേ? എന്ന് വെച്ചിട്ട്? കള്ളനാണെങ്കിലും മര്യാദ ഉള്ളവനാ, അതുകൊണ്ടല്ലേ നിങ്ങളെ വിളിച്ചത്. ഞാനൊരു വീക്ക് വെച്ചെന്താണ്ടല്ലോ. എന്നെ വീക്കിട്ട് എന്ത് കാര്യം? ബുദ്ധി വേണം, ബുദ്ധി. ബുദ്ധിയാ? നിങ്ങൾ വന്നേ, അവിടെ വന്നിരിക്കും. നീ ഇവിടെ തന്നെ. നിങ്ങൾ അവിടെ വന്ന് ഇരിക്കുക, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്ക്. എന്നാ നീയൊന്ന് പറ. അവന്റെ പേരിൽ ഇപ്പൊ കേസൊന്നും ഇല്ലാലോ, അതുകൊണ്ട് നിങ്ങൾക്ക് അവനൊന്നും ചെയ്യാനും പറ്റൂല. എന്തെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കി അവനെ കൊടുക്കാൻ പറ്റും. ആ അത് പറ്റും. അതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റൂല മനുഷ്യ. നീ പറഞ്ഞാലൊരു സത്യം ഇല്ലാതില്ല. ഒന്നോർത്താ അവനൊരു പാവാണ്. ആ അങ്ങനെ ഓർത്തോണ്ടാ അവൻ പോയത്. നീ എന്താടി ഒരു പോലീസുകാരെ പോലെ വർത്താനം പറയണ്? ഒന്നുമില്ലെങ്കിൽ നീ കള്ളന്റെ കൂടെക്ക്, അല്ലെങ്കിൽ പോലീസിന്റെ കൂടെക്ക്. ഓ, ഞാൻ പറഞ്ഞു പോണ നമ്മുടെ മോന്റെ കാര്യ. അവനൊരു വിസ ശരിയാക്കി തരാൻ രാഘവനോട് പറ. നമ്മുടെ മോന്റെ കാര്യം കൂടെ നോക്ക്. അവനൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഇത്രയും ബുദ്ധി നിനക്കുണ്ടെന്ന് എനിക്കറിയാതെ പോയല്ലോ. ഇനി അവൻ വിളിക്കൂ ആവോ? എടീ, അവൻ ഇനിയും വിളിക്കും. എടാ കള്ള, നീ ഇനിയും വിളിക്കുമെന്ന് എനിക്കറിയാം. എടോ, തനിക്കെന്താ ഭ്രാന്തായ? സോറി സാർ, എന്റെ പണി പിന്നെയും പോയിന്നാ തോന്നണത്. നിങ്ങൾ തിരിച്ചു വരണം, സർക്കിൾ ഓഫീസിൽ ചെല്ലണം. എന്തു പറ്റി സാറേ? എന്തെങ്കിലും പ്രശ്നമുണ്ടാ? സർക്കിൾ സാറിനെ 2 ആളെ വേണം ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടി. റഫീഖേ, അങ്ങോട്ട് എത്തിക്കോളൂ. ഓക്കെ സാർ. ആ ശരി. താങ്ക് യു സാർ. ആ ശരി, വണ്ടി എടുത്ത് പോയിക്കോ. ഓക്കെ സാർ. പിന്നെയും പോണം. ഓ കഷ്ടം. നിങ്ങളെ ഞാനൊരു സ്ഥലത്തിറങ്ങും. നാട്ടുകാരൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ഒരുത്തൻ കള്ളുടിച്ച് എന്നും ബഹളം ഉണ്ടാക്കും. അവനൊന്ന് കൈകാര്യം ചെയ്യണം. ശരി സാർ. അപ്പൊ സാറ് വരുന്നില്ലേ? ഞാൻ വരുന്നില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. അവനെ ഉപദ്രവിക്കണ്ട, ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി. ഞാൻ പേടിപ്പിച്ച അയാൾ പേടിക്കാവോ? ശ്രമിക്കാം. പോലീസിൽ വേണ്ട, ചിലപ്പോൾ അവൻ ഓടും.
നിങ്ങളിവിടെ ഇറങ്ങിക്കോ. അവർ തന്ന ലൊക്കേഷൻ അനുസരിച്ച് അവിടെയാണ് അവൻ്റെ പരാക്രമം. ആ, മേരുകുന്ന ലക്ഷണമില്ലെങ്കിൽ അവനെ പിടിച്ചൊരു ഓട്ടോയിലാക്കി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോ. എസ് ഐയുടെ മുന്നിൽ ഹാജരാക്കി. സാർ ആ വരണ്ടേ, എന്നാ അവനെ ശരിയാക്കും. ഞാൻ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. നിനക്ക് നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിന്നൊക്കെ നോക്കിയിരിക്കുന്നു. ഞാനില്ലാത്ത നേരത്തൊക്കെ നീ കുറ്റി വളക്കലടാ. ആ പോലീസ് വരണുണ്ട്. പോലീസ് വരണ്ടാ. പോലീസ് വന്നു എനിക്ക് പുല്ലണ്ടാ. പോലീസ് വരട്ടെ. നീ വിളിക്കേ. എന്നും എന്റെ പരിപാടി തന്നെ ഇവിടെ വന്നിട്ട് തല്ലുണ്ടാക്ക. പോലീസുകാരെ വന്നിട്ട് ശരിയാക്കും. അതേ പോലീസ് വന്ന ഈ പുല്ലാണ് മുണ്ട് നോക്കി കാണിക്കും. പൊക്കടാ പൊക്കട്ടല്ലേ പൊക്കടാ. ഞാനാരോന്നറിയോ നിനക്ക്? എന്റെ മോനാരോന്നറിയോ നിനക്ക്? പൊക്കടാ എന്നാ എന്റെ അമ്മ. കുടുങ്ങിയ സാറേ ചത്തുന്നാ തോന്നണേ. നീ പേടിപ്പിക്കല്ലടാ. നീ എണ്ണത്തല്ലല്ലോ. അപ്പൊ അവൻ ചത്തിട്ടില്ല. എന്റെ ഈശ്വരാ. ആരായി വണ്ടിക്കാരൻ? ഇയാളാ സാറേ. ആ ഒന്ന് റിവേഴ്സ് എടുത്തേ. ആരാ പരാതിക്കാരൻ? ഞാനാണ് സാറേ. ആ വാ. ആ ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കൊണ്ട് നാളെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. വരാ സാറേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊന്ന് പിടിച്ചേ. നിനക്ക് ഞാനാരെന്നറിയോ? നീ ആരാണെന്ന് എനിക്കറിയാം. നിനക്ക് എന്റെ മോനാരെന്നറിയോ? നീ മോനാരാണാവോ? നിന്നെ ഞാൻ ശരിയായിരടാ. നീ ആരാണ് ഞാൻ അറിയിച്ചേരാ. കാണിച്ചേരടാ. മിണ്ടാണ്ട് മര്യാദക്ക് കേറിക്കടാ. പോലീസുകാരാണ് എന്റെ കളി. നിന്റെ തൊപ്പി ഞാൻ തരുവി. എന്റെ മോൻ ഡിവൈഎസ്പി. നിനക്ക് അറിയാണ്ട് എന്നെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. നിന്നെ എന്റെ മോൻ ഡിവൈഎസ്പി അറിയോ നിനക്ക്? അല്ല ഇയാൾ ഇനി ശരിക്കും DSP രാജസാറിന്റെ അച്ഛനാണോ? ഡിവൈഎസ്പി. താൻ ശരിക്കും DYSP രാജന്റെ അച്ഛനാണോ? ചതിച്ച ഓട്ടോക്കാരാ. വണ്ടി തിരിക്കി. വണ്ടി നേരെ ഈ സാറിന്റെ വീട്ടിലോട്ട് പോട്ടെ. നമുക്ക് ഈ സാറിന്റെ വീട്ടിലാക്കി കൊടുക്കാം. എന്റെ മോൻ സുര. ഇതേത് മോൻ? സുര മോനെ. പോലീസിനെന്താണ് എന്താ വണ്ടിയില്? ഇറങ്ങി വണ്ടി എന്താണ് എന്ത് സാറേ സംഭവം? എന്താണ് വിഷയം? എന്ത് സംഭവം നടന്നത്? ഇതൊരു പുലിവാലി കേസായല്ല. ആര്? പോലീസുകാരാ അടിച്ചാൽ ഉണ്ടാവാൻ പറ്റില്ല. ഉണ്ടാവാൻ പറ്റില്ല. പറ്റൂല. പിന്നെ കൊറേ പോലീസുകാർ നടന്നങ്ങട് എല്ലാവരും നടക്കാണ്. സാറേ ആ കൊടിമൊക്കെ നോക്കി സാറേ. ഞാൻ പറഞ്ഞില്ലേ